നമസ്കാരം. ഞാൻ സാജൻ, ചക്കരയുമ്മ സാജൻ. ഇന്നത്തെ പ്രധാന വിഷയം നമ്മുടെ നിത്യഹരിത നായകൻ നസീർ സാറിനെ കുറിച്ച് തന്നെയാണ്. എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നോട് പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട് എന്താണ് ഞാൻ ഒന്നും പറയാത്തതെന്ന്. ഇപ്പോൾ ഒരു വിവാദമായിരിക്കും സംഭവം. പലരും പല ആൾക്കാർ നല്ല നല്ല രീതിയിൽ അദ്ദേഹത്തിന്, അതായത് ടിനി ടോമിന് മറുപടി കൊടുക്കുന്നുണ്ട്. കൊടുക്കാൻ, അതായത് അദ്ദേഹം അനവസരത്തിൽ പറഞ്ഞ സംഭവമാണത്. അത് എങ്ങനെ പറഞ്ഞു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു എന്നോടൊരു സീനിയർ നടൻ പറഞ്ഞതാണെന്ന്. ആ സീനിയർ നടൻ ആരാണ്? അദ്ദേഹം പറയുന്നില്ല. സീനിയർ നടന്മാരിപ്പം മമ്മൂട്ടി സീനിയർ നടനാണ്, മോഹൻലാൽ സീനിയർ നടനാണ്, കുഞ്ചനാണ്, മണിയമ്പള രാജുവാണ്. അങ്ങനെ സീനിയർ നടന്മാർ ഒട്ടനവധി പേരുണ്ട്. ആരെ സംശയിക്കും? ഇല്ലേ? നമ്മുടെ അറിവിൽ ഈ പറഞ്ഞ ഒരു നടന്മാരും നസീർ സാറിനെ കുറിച്ച് ആരാധനയോടുകൂടി അല്ലാതെ, നല്ലതല്ലാതെ ഒരു വാക്ക് പറയില്ല. എന്തിന്? ഇപ്പം നസീർ സാറിനെ കുറിച്ച് നമ്മളിപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന സംഭവം ടിനി ടോം പറഞ്ഞപ്പം അദ്ദേഹത്തിന് എന്തുമാത്രം ആൾക്കാരാണ് കുറ്റപ്പെടുത്തുന്നതെന്നറിയോ? അനവസരത്തിലല്ലേ അദ്ദേഹം അത് പറഞ്ഞത്. നസീർ സാറ് അവസാന കാലഘട്ടത്തിൽ വളരെ വിഷമിച്ചു. അദ്ദേഹത്തിന് സിനിമകളില്ലായിരുന്നു. ആ സമയത്ത് അദ്ദേഹം മേക്കപ്പ് ഇട്ടുകൊണ്ട് ബഹദൂർ സാറിൻ്റെയും അടൂർ ഭാസ് സാറിൻ്റെയൊക്കെ വീട്ടിൽ പോകുമായിരുന്നു അത്രേ. ബഹദൂർ സാറിൻ്റെ വീട്ടിൽ ഞാൻ അനവധി പ്രാവശ്യം പോയിട്ടുള്ള ആളാണ്. മദ്രാസിലെ ജാഫർ ഖാൻ പേട്ടയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അടൂർ ഭാസ് സാറ് താമസിക്കുന്നത് ചൂളയുമായിട്ടാണ്. അവിടെയും ഞാൻ സിനിമയ്ക്ക് വേണ്ടി കോടമ്പയുടെ കൂടെയൊക്കെ പോയിട്ടുണ്ട്, ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അതായത് വെറുതെ എന്തെങ്കിലും പടച്ചു വിടുമ്പോൾ ഒന്ന് ആലോചിക്കണം, ഇതിൽ പിന്നിൽ വരുന്ന തിക്താനുഭവങ്ങളൊന്നും ഒന്ന് മനസ്സിലാക്കണം. ആയിരക്കണക്കിന് ഭാഷകളുണ്ടായിട്ട് നമ്മുടെ മലയാള ഭാഷയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചൊരു മഹാപ്രതിഭയാണ് നസീർ സാറ്. അത് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ വേൾഡ് റെക്കോർഡ് ഗിന്നസ് ബുക്കിലൂടെ ലോകമെമ്പാടും എത്തിച്ച മഹാപ്രതിഭയല്ലേ നസീർ സാറ്? സാധാരണ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എടുത്തു പറയുകയാണെങ്കിൽ എന്തെല്ലാമാണ് പറഞ്ഞാൽ തീരുമോ? ഞാനിപ്പോൾ ഒരു ചെറിയ ചിറകിക്കാരൻ എന്ന രീതിയിൽ പറയുകയാണ്. ഞാൻ ഇടയ്ക്ക് ചിറകിക്കാരൻ എന്ന് പറയാൻ കാരണം എൻ്റെ കുടുംബമെല്ലാം ചിറയൻകീഴാണ്. പിന്നീട് ഞാൻ മദ്രാസിൽ കുറേ വർഷങ്ങൾ മദ്രാസിലായിരുന്നു. സിനിരമയുടെ മദ്രാസ് ലേഖകനായിരുന്ന TH കോടമ്പഴയുടെ അസിസ്റ്റൻ്റായിട്ടിരിക്കുമ്പോൾ നസീർ സാറിൻ്റെ വീട്ടിൽ പല പ്രാവശ്യം പോവും, ഇൻ്റർവ്യൂ ചെയ്യും. അതിരാവിലെ ഷൂട്ടിങ് പുറപ്പെടുമ്പോൾ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. ആ സമയത്ത് അദ്ദേഹം പറയും, കോടമ്പഴേ കൂടെ വാ. അപ്പോൾ ഞാൻ ഫ്രണ്ട് കയറിയിരിക്കും, അദ്ദേഹം നമ്മൾ സംസാരിക്കും, ഞാൻ നോട്ട്സ് എഴുതിയെടുക്കും. അങ്ങനെ ആണ് ചില ദിവസങ്ങളിലൊക്കെ. എല്ലാ ദിവസങ്ങളിലും ഷൂട്ടിങ്ങിന് ഉച്ചയ്ക്ക് സമയത്ത് നസീർ സാർ ബ്രേക്ക് സമയത്ത് മദ്രാസിലാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന വീട്ടിലാണ്. അദ്ദേഹം സാറിൻ്റെ കൂടെ ഈ TH കോടമ്പഴയോട് യാത്ര ചെയ്തിട്ടാണ് നോട്ട്സ് തയ്യാറാക്കുന്നത്. അങ്ങനെയുള്ള തിരക്ക് പിടിച്ച ഒരു നടൻ. ഒരു ദിവസം 3 കാൾ ഷീറ്റിന് 3 സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ആളാണ്. അതെന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം അഭിനയിച്ചൊരു സിനിമ ഒരു നിർമ്മാതാവിന് നഷ്ടം വന്നാൽ അത് അറിഞ്ഞിട്ട് ആ നിർമ്മാതാവിനെ തിരിച്ചു വിളിച്ച് പ്രത്യേകിച്ചൊരു കാൾ ഷീറ്റ് ഉണ്ടാക്കി കൂടെ അഭിനയിച്ചിരുന്ന ജയഭാരതി ആണെങ്കിലോ കൂടുതൽ മറ്റു നടികന്മാരാണെങ്കിൽ എല്ലാവരുടെയും ഡേറ്റ് ഇദ്ദേഹം തന്നെ വാങ്ങി ഫ്രീ ആയിട്ട് അഭിനയിച്ചു കൊടുത്തിട്ട് പറയും, ഇനി സിനിമ എടുക്കാൻ വരരുത് കേട്ടോ എന്ന് പറഞ്ഞ് ഉപദേശിച്ചു വിടുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത് അറിയോ? പടമില്ലാതിരുന്ന അവസരത്തിൽ അദ്ദേഹം മേക്കപ്പ് ഇട്ടുകൊണ്ട് ബഹദൂറിൻ്റെയും വസീറൊക്കെ വീട്ടിൽ പോയി കരയുമായിരുന്നു അത്രേ. എന്ത് മോശമായ അഭിപ്രായമാണിത്. ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ? നസീർ സാറിന് എപ്പോഴാണ് പടം ഇല്ലാതായത്? ഒരിക്കലും ഇല്ല. അദ്ദേഹത്തിന് പടം കുറഞ്ഞ സമയത്ത് അദ്ദേഹം തിരക്ക് രാഷ്ട്രീയത്തിലേക്ക്, കരുണാകരൻ സാറിൻ്റെ നിർബന്ധം. അദ്ദേഹത്തിൻ്റെ ബന്ധുവാണല്ലോ തലേക്കുന്നിൽ ബഷീർ സാറ്. അദ്ദേഹത്തിൻ്റെ കൂടൊപ്പം കോൺഗ്രസ് പ്രവർത്തനത്തിന് വേണ്ടി, രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം വളരെ പല വേദികളിൽ പ്രസംഗിക്കാൻ പോയി. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഒട്ടുമിക്ക പോയതും ഒരുപക്ഷെ ഇക്കാരണത്താലാവാം. അദ്ദേഹം തന്നെ അത് രാഷ്ട്രീയം വേണ്ടെന്ന് വെച്ചതാണ്. എങ്കിലും അദ്ദേഹത്തിന് ബന്ധുവല്ലേ തലേക്കുന്നിൽ ബഷീർ. ലീഡർ കരുണാകരൻ സാർ പറഞ്ഞാൽ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ആരെയും വെറുപ്പിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ലല്ലോ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, ഒരിക്കലും വീടൊരു സ്വർഗം എന്നൊരു സിനിമ, JC സാറാണ് എൻ്റെ സംവിധായകൻ.
അപ്പോൾ ഉച്ചയ്ക്കൊരു ഉറക്കം കഴിഞ്ഞിട്ട് അടുത്തൊരു ഷോട്ട് എടുക്കാൻ വേണ്ടി നസീർ സാർ റെഡി ആയിരുന്നപ്പോഴത്തേക്ക് ഒരു ചായ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ പ്രശ്നം പോയി പെട്ടെന്ന് ഒരു ഉറക്കക്ഷീണം, പുള്ളിക്കാരന് 3 കാഴ്ചയൊക്കെ അവന് ഉറക്കക്ഷീണം കാണുമല്ലോ, എങ്കിലും പുറത്ത് കാണിക്കാറില്ല. ഒരു ചായ കുടിച്ചാൽ വന്ന് പ്രസന്ന തന്നെ ആവുമല്ലോ എന്ന് കരുതി പുള്ളിക്കാരന് ചായ കൊണ്ട് കൊടുത്തു. പുള്ളിക്കാരൻ വാങ്ങി കഴിച്ച് പ്രൊഡക്ഷൻ പോയി ഈ പ്രൊഡക്ഷൻ പോയി എന്നാൽ ഇതേ ചായ തന്നെ ഇതിൽ ഫ്ലാസ്കിലുള്ളത് ജയസി സാറിന് കൊടുത്തു. ജയസി സാറ് കവളം ഒഴിച്ച് തുപ്പിക്കളഞ്ഞു. എന്താ അത്? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ ചായ തന്നെയാണോ നസീർ സാറിന് കൊടുത്തത്? അതെ സാർ. ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ജയസി സാർ വന്ന് നസീർ സാറിനോട് ചോദിച്ചു, അല്ല സാറ് ചായ കുടിച്ചോ? ആ. ഇതുണ്ടായിരുന്നു? ഞാനത് ഒരു കവള ഇറക്കിയപ്പോൾ അതിനകത്ത് പുകച്ചവ, അല്പം ബാഡ് സ്മെല്ലും ഉണ്ടായിരുന്നു, ഞാൻ തൊപ്പിക്കളഞ്ഞു. പിന്നെന്തിയാ പയ്യനോട് പറയാഞ്ഞ്? അത് പറഞ്ഞ് അവന് വിഷമമുണ്ടെന്ന് കരുതിയിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു പ്രത്യേകതയാണ് നസീർ സാറിൻ്റെ രീതി എന്ന് പറയുകയാണ്. എന്നിട്ട് നസീർ സാറിനെ ഈ ജയസി സാറ് നിർനിമേഷനായിട്ട് നോക്കിക്കൊണ്ട് നിന്നു. എന്തൊരു മനുഷ്യനാണെന്ന് ആലോചിച്ച് നോക്കണം. ഒരു സൂപ്പർ സ്റ്റാറാണ് കേട്ടോ. പ്രൊഡക്ഷൻ ബോയ്ക്ക് വിഷമം ഉണ്ടാവരുതല്ലോ എന്ന് കരുതി അതിൽ പുകച്ചവയുണ്ടെന്നോ നാറ്റമുണ്ടെന്നോ പറഞ്ഞില്ല. അതുപോലെ എന്നോടൊപ്പം അവർ ചെന്ന് ലളിതശ്രീ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈയിടെ ഫേസ്ബുക്കിൽ ലളിതശ്രീ വീണ്ടും ആവർത്തിച്ചു. അതായത് മുമ്പ് മലയാള സിനിമ മദ്രാസിലുള്ളപ്പം ഷൂട്ടിങ്ങിന് കൂടുതൽ കാറുകളൊന്നും അന്ന് ഉപയോഗിക്കില്ല. കൂടിപ്പോയി 1 or 2 അംബാസഡർ കാറുകൾ. നസീർ സാർ സ്വന്തം കാറിൽ വരും, പിന്നെ ഷീലാമ്മയ്ക്കാണെങ്കിൽ അവരുടെ കാറിൽ വരും, ജയഭാരതി ആണെങ്കിൽ അവരുടെ കാറിൽ വരും. പിന്നെ എല്ലാം നമ്മൾക്കൊക്കെ അസിസ്റ്റൻ്റ് ഡയറക്ടർമാർക്കൊക്കെ പ്രൊഡക്ഷനിൽ 2 കാർ കൊണ്ടാണ് മാനേജ് ചെയ്യുന്നത്. ഡയറക്ടർ കാറിൽ വരും, ഇല്ലാത്തവർക്ക് കാർ പ്രൊഡക്ഷൻ അയച്ചു കൊടുക്കും. അപ്പോൾ ഒരു ദിവസം ലളിതശ്രീയുടെ ഷൂട്ടിംഗ് വേഗം കഴിഞ്ഞു. പക്ഷെ പോകാനായിട്ട് കാറൊക്കെ മറ്റു പലരെയും വിളിക്കാനായിട്ട് പോയിരിക്കുന്നുണ്ട്, കാറില്ല. ഒരുപാട് സമയം വെറുതെ ഇരുന്നു. ഒരു ഉച്ചയായപ്പോൾ സാറിൻ്റെ ഷൂട്ടിങ്ങും കഴിഞ്ഞു. അപ്പോൾ സാറ് പോകുന്ന വഴി കോടമ്പക്ക സൈഡിൽ മഹാലിംഗപുരത്താണല്ലോ സാറിൻ്റെ വീട്, ലളിതമായ ആ വഴിക്കാണ്. അപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ പോയി ചോദിച്ചു, സാർ വണ്ടിയൊന്നും വരാൻ ഇപ്പോഴില്ല, ഇപ്പോൾ സാറിൻ്റെ വണ്ടിയിൽ കൂടി ലളിതയെ കൂടെ അയക്കട്ടെ എന്ന് ചോദിച്ചു. അതിനിപ്പോൾ എന്താ എന്ന് പറഞ്ഞു. പക്ഷെ അതിന് മുമ്പ് സംഭവം ഉണ്ടായി. ലളിതശ്രീയും നസീർ സാറും മറ്റ് അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഒരു മരത്തിന് ചോട്ടിലിങ്ങനെ ഇരിക്കുമ്പം ഈ നസീർ സാറിനെ കാണാൻ ഒരുപാട് ആരാധകരൊക്കെ വന്നിരുന്നു. അതിലൊരു കുട്ടി നസീർ സാറിന് ഒരു പൊതി കൊടുത്തു, സ്വീറ്റാണെന്ന് പറഞ്ഞിട്ട്. സാറത് വാങ്ങി. സാറ് പ്രൊഡക്ഷനിൽ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ വിളിച്ചിട്ട് രാജനെന്ന മറ്റാണെന്ന് തോന്നുന്നു പേര് വിളിച്ച് കൊടുത്തു. കാറിൽ വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് ആയി, ബ്രേക്കായി ഇങ്ങനെ പോയപ്പോൾ കാറ് ഒരു വിജയമായ സ്ഥലത്തെത്തിയപ്പോൾ സാറ് പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു. നിർത്തിയിട്ട് രാജനോട് പറഞ്ഞു ആ പൊതിയെടുത്ത് വെളിയിൽ കളഞ്ഞേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ലളിത ചോദിച്ചു, എന്താ സാർ? അതെന്താ അത്? സാറിന് വേണ്ട ഇവൻ എന്തിനാണ് മേടിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, അവർ സന്തോഷത്തോടെ കൊണ്ട് തന്നതാണ്, ഞാൻ വാങ്ങിയില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്ത് വിഷമം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ വാങ്ങി. ഇപ്പോൾ ഞാൻ കളയുന്നത് എന്തെന്ന് വെച്ചാൽ ആ കൊണ്ടു തന്ന സാധനം എൻ്റെ വയറിന് പിടിച്ചില്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഷൂട്ടിംഗ് മുടങ്ങിപ്പോയാൽ ലക്ഷക്കണക്കിന് പൈസ മുടക്കുന്ന നിർമ്മാതാവിന് ബുദ്ധിമുട്ടാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ ആ വാങ്ങിയതും ഇപ്പോൾ എന്തെന്ന് നോക്കാതെ പോലും ഞാൻ ഉപേക്ഷിക്കാൻ പറയുന്നത്. ഇത് ഞാൻ മറ്റുള്ള ആർക്ക് കൊടുത്താലും ഞാൻ കഴിക്കാത്തൊരു വസ്തു വേറെ ആർക്കെന്തിനാണ് കൊടുത്ത് ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ ലളിതശ്രീ പറയുകയാണ്, എന്തൊരു മനസ്സാണ് ഈ സാറ്. ഓ, ഇങ്ങനെയൊക്കെ ആര് ചിന്തിക്കും? നമ്മളൊക്കെ ആണെങ്കിൽ വേണ്ടാന്ന് പറയും, എനിക്ക് വേണ്ട എന്നല്ലേ പറയുള്ളൂ. ഇത് ആ വന്ന ആളിനെ വിഷമിപ്പിക്കരുത്, ഇദ്ദേഹത്തിന് വിഷമം ഉണ്ടാകരുത്. ഇങ്ങനെ ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്ത് കൃഷ്ണനായർ സാറിൻ്റെ പടങ്ങളിലാണല്ലോ കൂടുതലും. അത് ജയകുമാർ സാർ പറഞ്ഞിട്ടുണ്ട്, ഉച്ചയ്ക്ക് ലഞ്ച് സമയത്ത് ഔട്ട്ഡോർ ആണെങ്കിൽ തെക്ക് കിടക്കാൻ 2 പേരും തല വെച്ചിട്ട് കൈ അതാടെ വെച്ചിട്ട് കിടന്നുറങ്ങും ഭിത്തിയിൽ. അങ്ങനെയൊക്കെ ഒരാളാണ്. മാത്രമല്ല കൃഷ്ണനായർ സാർ ഒരു കാലഘട്ടത്ത് ജയകുമാർ സാർ പറഞ്ഞതാണ്, അച്ഛൻ ആദ്യകാലത്ത് പടങ്ങളെ കുറവായിരുന്നപ്പോൾ സിനിമ വിട്ട് പോകാൻ പോയപ്പോൾ നസീർ സാർ പറഞ്ഞു, അസേ, ഇവർ അസേ എന്നാണ് വിളിക്കുന്നത്. ശശികുമാർ സാറും നസീർ സാറും അങ്ങോട്ട് അസേ അങ്ങനെയാണെന്നറിയില്ല. കൃഷ്ണനായർ സാറും അങ്ങനെയാണ്, അസേ. അപ്പോൾ പറഞ്ഞു, അസേ എനിക്ക് പറ്റുന്നില്ല, ഇനി ഇപ്പം നാട്ടിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് സിനിമാ സംവിധാനമൊന്നും ഇനി നിന്ന് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. കൃഷ്ണനായർ സാറും എൻ്റെ ഗുരുനാഥൻ ശങ്കരൻ നായർ സാറും ഒരുമിച്ച് ഒരേ കളരിയിൽ മെല്ലാൻ്റെ സുബ്രഹ്മണ്യമലയുടെ കീഴിൽ സംവിധാനം പഠിച്ചവരാണ്. അങ്ങനെ വന്ന ആളാണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് കൃഷ്ണനായർ സാറ്. ഒരു കാലത്ത് കൃഷ്ണനായർ സാറുടെ ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. കുടുംബ ചിത്രങ്ങളെല്ലാം കൃഷ്ണനായർ സാറ്, അങ്ങനെ ശങ്കരൻ നായർ സാറൊക്കെ. ആ കൃഷ്ണനായർ സാറിൻ്റെ മകൻ ജയകുമാർ സാർ IAS, അദ്ദേഹം വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു. ഇപ്പം ഇല്ല, പെൻഷനായി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരുന്നു, അല്ല നിങ്ങൾ നിൽക്കണം, നിങ്ങൾ കഴിവുള്ള ഒരാളാണ്,
നമ്മൾ ആദ്യ കാലങ്ങളൊക്കെ കുറേ സ്ട്രഗിൾ ചെയ്യണം. സ്ട്രഗിൾ ചെയ്യാതെ അങ്ങനെ ജീവിക്കാൻ പറ്റും. അതൊക്കെ പറ്റും. നിങ്ങളുടെ വലിയ ഡയറക്ടറാവും, പിടിച്ചു നിൽക്കണസേ എന്നൊക്കെ പറഞ്ഞു വന്ന് ഈ ഇടയ്ക്ക് നമ്മുടെ ജയകുമാർ സാറ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി എന്ന് പറയുന്നത് ഭയങ്കര ലാളിത്യമാണ്. ഇവിടെ തന്നെ ചിറയൻകീഴ് അദ്ദേഹം ജി കെ പിള്ള സാറ് അറിയില്ലേ, നടൻ, ചിറയൻകീഴ്ക്കാരനായിരുന്നു. അദ്ദേഹം പിന്നീട് ഇടവയിലേക്ക് താമസം മാറി. പിള്ള സാർ മിലിറ്ററിയിലൊക്കെ ആയിരുന്നു. ഇവർ നല്ല സുഹൃത്തുക്കളാണ്. അങ്ങനെ ചിറയൻകീഴ് ശാർക്കര ദേവീക്ഷേത്രത്തിൽ ഒരാനയെ നടക്കി വയ്ക്കാനായിട്ട് ഒരു സംഭാവനയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ സംഘാടകർ നസീർ സാറിനെ സമീപിച്ചു. അപ്പോൾ നസീർ സാറ് വിശദമായിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വ്യക്തികളിൽ നിന്ന് സംഭാവനയൊന്നും പിരിക്കാൻ പോകണ്ട. ഒരാനെ നടക്കി വയ്ക്കാനുള്ള തുക എന്താണെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യാം. കാരണം ശാർക്കര ദേവിയുടെ തിരുമുറ്റത്ത് വലിയ മൈതാനമാണ് എപ്പോഴും. ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ പോയിരിക്കാറുണ്ട്. നല്ല മരങ്ങളുണ്ട്, നല്ല കാറ്റ് കിട്ടും, നല്ല രസമാണ് അവിടെ, നല്ല അറ്റ്മോസ്ഫിയറാണ്. അവിടെ ജാതി മത ചിന്തകളൊന്നും ആർക്കും ഇല്ല, ആർക്കും പ്രവേശനമുണ്ട്, അങ്ങനത്തെ റെസ്ട്രിക്ഷൻസൊന്നുമില്ല. അത് അവിടുത്തെ ആ നാട്ടുകാരുടെയൊക്കെ പ്രത്യേകമായിട്ടുള്ള സ്വീകരണവും രീതിയും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സാറ് പറഞ്ഞു, ഈ ഗ്രൗണ്ടിലാണ് ഞാൻ കളിച്ച് നടന്നത്. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ അനിയൻ പ്രേംനവാസ് സാറ്, പിന്നെ ജി കെ പിള്ള സാറൊക്കെ, അങ്ങനെ ശോഭന പരമേശ്വരൻ നായർ സാറ്. ശോഭന പരമേശ്വരൻ നായർ സാറ് ഒരുമിച്ച് പഠിച്ചവരാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കുറേയധികം. അപ്പോൾ പറഞ്ഞു, സംഭാവനയ്ക്ക് ഇന്നെങ്കിലും പോകണ്ട, എത്രയാണെന്ന് പറഞ്ഞാൽ മതി. അതേ ഉടനെ പിള്ള സാറിന്, ജി കെ പിള്ള സാറിന് പറഞ്ഞു, അസേ നമുക്ക് ദേവീക്ഷേത്രത്തിലേക്ക് ഒരു ആന നടക്കി വയ്ക്കണം, അതിനുവേണ്ടി സംഭാവനയ്ക്ക് വേണ്ടി ചില ചെറുപ്പക്കാർ വന്നിരുന്നു, അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം, ഒന്ന് അന്വേഷിച്ചിട്ട് വേണ്ടത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ജി കെ പിള്ള സാറിൻ്റെ മേൽനോട്ടത്തിൽ ഒരു ആനയെ വാങ്ങി അതിൻ്റെ മുഴുവൻ തുകയും നസീർ സാർ കൊടുത്തു, നടക്കി വെച്ചു. അങ്ങനെ ഒരു വലിയ മനസ്സിൻ്റെ ഒരാളാണ് അദ്ദേഹത്തിന്. ജാതിയില്ല, മതമില്ല, ഒന്നുമില്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പോക്ക്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് ചിറയൻകീഴ് ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ പല സ്ഥലം, കല്ലമ്പലം, നാവായിക്കുളം ആ ഭാഗത്ത്, പാരിപ്പള്ളി, വർക്കല ആ ഭാഗത്തു നിന്നൊക്കെ ആ കാലത്ത് ഈ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയാണ് ആൾക്കാർ സമീപിച്ചിരുന്നത്. എന്തെങ്കിലും ഒരു എക്സ്റേ എടുക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് പോകണമായിരുന്നു. ഇതറിഞ്ഞ നസീർ സാറ് പറഞ്ഞു, ഒരു എക്സ്റേ വാർഡ് അദ്ദേഹം സ്വന്തമായിട്ട് സംഭാവന നൽകിക്കൊണ്ട് നിർമ്മിച്ചു. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേരിൽ അസുമ മെമ്മോറിയൽ എക്സ്റേ വാർഡ് ഇപ്പോഴും നന്നായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ ഇവിടെ ചിറയൻകീഴ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിന് തൊട്ടടുത്ത് കൂന്തള്ളൂർ ഒരു UP സ്കൂൾ, ആ സ്കൂളിന് സംഭാവന ഇപ്പം പ്രേംനസീർ മെമ്മോറിയൽ സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഗ്രന്ഥശാല, പിന്നെ അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെ കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദ്, അദ്ദേഹം ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടെയാണ്. ഞാൻ കുറേ ചിത്രങ്ങൾ കാണിക്കാം. ആ പള്ളി, അദ്ദേഹം അന്ത്യമിറങ്ങുന്ന ആ ഖബർ, അത് ആ പരിസരങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ഒരു മിനാരം, അവിടെ മിനാരമല്ല, ഒരു ഗേറ്റ്, മിനാരമല്ല, അങ്ങനെ ഒരു ആ ആർച്ച് പുള്ളിക്കാരൻ ഭാര്യയുടെ പേരിൽ കെട്ടിക്കൊടുത്തു. ഭാര്യയാണ് ഓപ്പൺ ചെയ്തത്. പിന്നെ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യുന്ന അദ്ദേഹമാണ്. പിന്നെ പലർക്കും, ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു കവി, ഇദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. ഒരു കാലത്ത് ഇദ്ദേഹത്തോടൊപ്പം മദ്രാസിൽ വിളിച്ചു വരുത്തി. എന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്രട്ടറി പോലെയാണ്. കാരണം പല കുട്ടികൾക്കും ഫീസില്ലാതെ ബുദ്ധിമുട്ടരുതെന്ന് കരുതിയിട്ട് ഇദ്ദേഹത്തിന് കത്തുകൾ അയക്കുന്ന പല കുട്ടികളുണ്ടായിരുന്നു. അത് ആരും അറിയിക്കാതെ ഇദ്ദേഹം തന്നെ അഡ്രസ്സ് കളക്ട് ചെയ്തിട്ട് ഈ രാമകൃഷ്ണൻ നായർ മുഖാന്തരം ഇവർക്കെല്ലാം ആ സ്കൂളിൽ ഫീസിന് വേണ്ടിയിട്ട് മണിയോട് അയക്കുമായിരുന്നത്രേ. അതൊക്കെ ഒരു പുറത്ത് പറയുന്നതല്ല. അതൊരിക്കൽ നമ്മുടെ നടി ശാരദാമ്മ പ്രസംഗിച്ചിട്ടുണ്ട്. 10 രൂപ കൊടുത്തിട്ട് 100 രൂപ കൊടുത്തെന്ന് പറയുന്ന ആളല്ല നസീർ സാറ്. നസീർ സാറ് കൊടുത്താൽ കൊടുത്തതാണ്, ആരും അറിയരുത്, അങ്ങനത്തെ ഒരു മഹാവ്യക്തിയാണ്. ഇന്ന് ശാരദാമ്മ ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. അതുപോലെ എന്തെല്ലാം ആളുകൾക്കും എത്ര വ്യക്തികൾക്കും കേരളത്തിൽ തന്നെ പല ഭാഗത്തു നിന്നും വരുമല്ലോ കുട്ടികൾക്ക്, വിവാഹപ്രായമായ കുട്ടികൾക്ക് എന്തെങ്കിലും സഹായിക്കണം. പുള്ളി നിർലോഭം സഹായിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കിട്ടിയ വേതനത്തിൽ, അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ ഒരു 75% അദ്ദേഹം ഇങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ്. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1980 ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹം. ഒരു മകനേ ഉള്ളൂ, 4 മക്കളാണ്. ലൈല, റസിയ, ഷാനവാസ്, റീത്ത ഏറ്റവും ഇളയത്. അപ്പോൾ ഷാനവാസിൻ്റെ കല്യാണം 1980 തിരുവനന്തപുരത്ത് സുബ്രഹ്മണ്യ ഹാളിലായിരുന്നു. അപ്പോൾ ഈ നസീർ സാറിന് ഈ അഭിനയിക്കുന്ന ആൾക്കാർ, കുറേ ആൾക്കാർ വന്നിരുന്നല്ലോ, ആൾക്കാർ കാണാനായിട്ട്
ജനങ്ങളങ്ങോട്ട് ഇടിച്ചു കയറുമായിരുന്നു. അപ്പോഴത്തേക്ക് അവിടുത്തെ സാറിൻ്റെ മാനേജർ പറഞ്ഞു, സാർ പുറമേയുള്ള ആൾക്കാർ മുഴുവൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, കഴിക്കട്ടെ. അവർക്ക് കഴിക്കാൻ വേണ്ടി 4000 ബിരിയാണി ഞാൻ ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവർ പണം മുടക്കി എൻ്റെ സിനിമ കണ്ട്, നമ്മുടെ സിനിമ കണ്ട് ഞാനിന്ന് ഈ നിലയിൽ നിൽക്കണമെങ്കിൽ അവരുടെ അധ്വാനമാണ്. അതുകൊണ്ട് 4000 ബിരിയാണി അധികം കരുതിയിട്ടുണ്ട്. ഇനി വന്നവരും കഴിക്കട്ടെ, സന്തോഷിക്കട്ടെ. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്, ദീർഘവീക്ഷണങ്ങൾ. അദ്ദേഹം പറയല്ലേ, അവർ അശ്രാന്ത പരിശ്രമം, അവർ രാപകൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസ കിട്ടി, അതിൽ വിഹിതം കൊണ്ട് സിനിമ കണ്ട് ആ സിനിമയുടെ ആഹാരമാണ് ഞാനും കഴിക്കുന്നത്. ഇന്ന് ഈ പ്രേംനസീർ എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുത്തിൽ അവരുടെ പങ്കല്ലേ മികച്ചത്? ആയിക്കോട്ടെ. അപ്പോൾ ഇതിങ്ങനെയൊക്കെ പറയുന്ന ആൾ ആരാണ്? നസീർ സാർ അല്ലാതെ. ഇതൊക്കെയാണ് നമുക്ക് അദ്ദേഹത്തിന് നമ്മൾ ഇനിയൊരു തലമുറ വന്നാലും നസീർ സാറിനെ പറ്റി നല്ലതേ പറയാനാവുള്ളൂ. ഇപ്പോൾ ഈ സീനിയർ നടന്മാരിൽ ആരായിരിക്കും പറഞ്ഞതെന്ന് ഉദ്ദേശിച്ചിട്ട് അത് നമ്മുടെ മണിയമ്പിള്ള രാജുവിൻ്റെ പേര് ആരോ പരാമർശിച്ചു. അപ്പം മണിയമ്പിള്ള രാജു പറഞ്ഞു, ഞാനത് പോസ്റ്റ് ചെയ്യാം. അവന് വട്ടാണ്, അവൻ മുഴുവൻ ഭ്രാന്താണ്, ടിനി ടോമിന് മുഴുവൻ ഭ്രാന്താണെന്ന് ആര് പറയുന്നു? മണിയമ്പിള്ള രാജു. മണിയമ്പിള്ള രാജു നസീർ സാറിനെ കുറിച്ച് ചോദിച്ചാൽ വാദോരാതെ സംസാരിക്കുന്ന ആളാണ്. അത്ര, അതായത് ദൈവതുല്യോണ്ട് കാണുന്നതാണ്. നസീർ സാറിനോട് ഒരിക്കൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു മഹാ അത്ഭുതം തന്നെയാണ്. പണ്ട് തിക്കുറി സാർ പറയുമായിരുന്നല്ലോ, കടലിലെ തിരയും കുഞ്ഞിൻ്റെ ചിരിയും അതുപോലെയാണ് പ്രേംനസീറിൻ്റെയും. അത് പ്രേംനസീറിനെ നോക്കിക്കൊണ്ടിരിക്കുന്നാൽ പിന്നെ ആർക്കും നോട്ടം മുഖത്ത് എടുക്കാൻ പറ്റില്ല. സത്യമാണത്. ഒരു ദിവ്യ തേജസ്സാണ്. എന്തിന്? ഒരു കാലത്ത് ഞാൻ സിനിമകൾ കാണുന്ന കാലത്ത് ശ്രീകൃഷ്ണനായിട്ടും ശ്രീരാമനായിട്ടൊക്കെ പ്രേംനസീറിനാണ് ആ കീടൊക്കെ വെച്ചിട്ട് വരുന്നത്. എന്ത് രസമാണ് കാണാൻ. ഇന്ന് ആലോചിച്ച് നോക്കിയേ, ശ്രീകൃഷ്ണനായിട്ട് നമുക്ക് പ്രേംനസീർ സാറിനെ അല്ലാതെ ഇത്രയും സുന്ദരനായിട്ട് ഒരു ശ്രീകൃഷ്ണൻ അല്ല ശ്രീരാമനെ ഒക്കെ നമുക്ക് വേറെ എവിടെ കാണാൻ പറ്റും? അതിനൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ നസീർ സാർ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരു പ്രൊഡ്യൂസർ വീട്ടിലോ വേറെ പ്രമാണിയുടെ വീട്ടിലോ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം പ്രാർത്ഥനയിലാണ്. ഗൃഹനാഥൻ നസീർ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉപചാരപൂർവ്വം ഇരുത്തി പറഞ്ഞ പൂജാമുറിയിൽ കടന്നു വന്നപ്പോൾ നോക്കിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചെന്ന് ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ ഏതാണ്? നസീർ സാറിൻ്റെ. എന്തു വേണം? പോരെ. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ അനവധി ഇന്നൊന്നും പറഞ്ഞാൽ തീരില്ല. അങ്ങനെ ഒരു വ്യക്തിയെപ്പറ്റി ഈ ടിനി ടോമിന് അജ്ഞതയല്ലാതെ എന്താ പറയുക? അയാളിനി എത്ര മാപ്പ് പറഞ്ഞാലും അത് ഒരു തീരെ കളങ്കമല്ലേ? ഒന്ന് പറയാം, നസീർ സാറ് ഗിന്നസ് ബുക്കിലൂടെ പേരെടുത്തത് പോലെ തന്നെ ഈ ദുഷ്പേര് കൊണ്ട് ഇനി ഭാവി തലമുറ ടിനി ടോമിനെ എന്നും ഓർമ്മിക്കും. കാരണം ഇന്നോളം പ്രേംനസീർ സാറിനെക്കുറിച്ച് ഒരു മോശം അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഈ മഹാനായിരിക്കും ടിനി ടോമായിരിക്കും നസീർ സാറിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. അപഖ്യാതി അല്ലാതെ എന്താണ്? അറിഞ്ഞുകൊണ്ടാണോ? ഇതിനു മുമ്പും പുള്ളിക്കാരൻ വേറെ എന്തൊക്കെ ചില വേണ്ടാജനങ്ങളൊക്കെ പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം തൊഴിലാണോ? അതോ പേര് വരാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം? ഇദ്ദേഹം മിമിക്രിക്കാരനാണല്ലോ. അദ്ദേഹം മിമിക്രി പോലും ശരിക്കും ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ അവരെയൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. വ്യക്തിപരമായിട്ട് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം അയാൾ പറഞ്ഞത് നിരുപാധികം പിൻവലിച്ചു. എന്നിട്ട് നമ്മൾ വീണ്ടും അദ്ദേഹത്തെ കുറിച്ച് കുറ്റപ്പെടുത്തണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഇദ്ദേഹത്തെക്കുറിച്ച് മിണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ചിറകിക്കാരനായതുകൊണ്ടും നസീർ സാറുമായിട്ടുള്ള എൻ്റെ അടുപ്പം വെച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും ഞാൻ പറയുന്നത്. കാരണം പറയാതിരുന്നാൽ ശരിയാവില്ലല്ലോ. നാളെ അതും എനിക്കൊരു മനസ്സിന് ഒരു മനസ്താപമായി തീരും എന്ന് തോന്നും. ഒരിക്കൽ നമ്മുടെ സായികുമാർ പറഞ്ഞിരുന്നു, ചെറുപ്പത്തിൽ കൊട്ടാരക്കര ശ്രീധരൻ നായരും ഇദ്ദേഹത്തിൻ്റെ പ്രധാന വില്ലനൊക്കെ ആയിട്ടായിരിക്കുന്ന ആളല്ലേ. ഇവർ വില്ലനും ഹീറോ ഒക്കെ ആണെങ്കിലും സുഹൃത്തുക്കളാണ്. സത്യൻ മാഷൊക്കെ അവിടെ പോകുന്നതാണ്. ശ്രീധരൻ നായരെ എന്നൊക്കെ വിളിക്കുള്ളൂ സത്യൻ മാഷ്. പിന്നെ നസീർ സാറെല്ലാവരെയും അസേന്ന് വിളിക്കും. അങ്ങനെ പോകുമ്പോൾ സായികുമാർ പറഞ്ഞതാണ്, ഒരിക്കൽ ചെറുപ്പത്തിൽ സാർ അവിടെ ചെന്ന് പണ്ട് ഒരു വിഷുവിനോ അതോ ഏതോ ഒരു 1-ാം തീയതിയോ ഒരു 100-ൻ്റെ നോട്ട് സായികുമാറിന് കൊടുത്തു. ഒരു വലിയ ആ കാലത്ത് 100-ൻ്റെ നോട്ട് വലിയ നോട്ടാണ്, ഇപ്പോഴത്തെ പോലൊന്നുമല്ല. അത് കുറേ കാലം പുള്ളി സൂക്ഷിച്ചെന്ന് പറയും. പിന്നെ ചിലവായിപ്പോയി. അച്ഛൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. എല്ലാ മാസവും 1-ാം തീയതി നസീർ സാറ് സായികുമാറിന് മണിയോട് അയക്കാനെത്രേ. അത് സായികുമാർ പറയുകയാണ്, ഈ മനുഷ്യൻ ഈ തിരക്കിനിടയിൽ ഇത്രയും ഓർമ്മിച്ച് എങ്ങനെ അയക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്,
എല്ലാ മാസവും കുട്ടികൾക്ക് ഫീസ്. ഇദ്ദേഹത്തിനെ ആശ്രയിക്കുന്നവരെ വെറുതെ വിടില്ല. അദ്ദേഹത്തിൻ്റെ സംഭാവന എന്നല്ല, അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ആരും അറിയരുത് എന്നുള്ളത് അദ്ദേഹത്തിന് നിർബന്ധമാണ്. ഞാൻ TS കോടമ്പുഴയുടെ എഴുതാൻ പോകുമ്പം കോടമ്പുഴയ്ക്ക് മാസം ഒരു ശമ്പളം പുള്ളി കൊടുക്കും. കാമ്പശ്ശേരി കരുണാകരൻ്റെ ആണെന്ന് സിനിമ CPIയുടെ ഒരു സിനിമ പ്രസിദ്ധീകരണമാണ്. മാസം ഒരു ശമ്പളം അവിടെ നിന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് നസീർ സാറ് മാസം ഒരു ശമ്പളം കൊടുക്കുമായിരുന്നു. അത് കോടമ്പുഴയിലൂടെ പറയും, എനിക്കും തരുമായിരുന്നു. അത് കോടമ്പുഴയിൽ കൊടുത്തെന്ന് വാങ്ങിക്കോളാനല്ല പറയുന്നത്, എനിക്കല്ലാതെ തരുമായിരുന്നു. ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്ര പേര് അതിൽ പറഞ്ഞാലും തീരില്ല. അത്രയ്ക്കൊരു മഹാപ്രതിഭയാണ് അതുകൊണ്ടാണ് ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ നസീർ സാറിനെക്കുറിച്ച് അദ്ദേഹം മരിച്ചിട്ട് 36 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും നന്നായിട്ട് പറയാനല്ലാതെ ഞങ്ങളുടെ ഈ ചിറയൻകീഴ് നിവാസികൾക്കോ കേരളക്കരയിലുള്ള അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് അദ്ദേഹത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സഹിക്കില്ല. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 36 വർഷമായിട്ടും ജീവിച്ചിരിക്കുന്ന ഒരു മഹാപ്രതിഭ, ചിരിച്ച സുസ്മേരമതനായ ഒരു മനുഷ്യൻ. പാടി അഭിനയിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തെ പോലെ പാടി അഭിനയിക്കാൻ, ചുണ്ടനക്കാൻ ഇതുപോലെ വേറൊരാൾ ആരുണ്ട്? അപ്പം അദ്ദേഹം പാടുന്ന കേട്ടാൽ ദാസേട്ടനാണ് പാടുന്നതെങ്കിലും ഞരമ്പുകളൊക്കെ പിടച്ച് നിൽക്കും. അത്ര രീതിയിൽ പുള്ളി ഒരു ഗായകൻ കൂടിയാണ് കേട്ടോ. അത് പലർക്കും അറിയാത്ത കാര്യമാണ്. അദ്ദേഹം നന്നായിട്ട് പാടും. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മകൻ ഷാനവാസിൻ്റെ വീട്ടിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത്, പുള്ളിക്ക് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് കിടക്കുമായിരുന്നു, വിശ്രമിക്കുമായിരുന്നു. അപ്പോൾ ഞാനും തലശ്ശേരിയിൽ നിന്ന് വന്ന എൻ്റെ സുഹൃത്ത് മമ്മൂട്ടി, നമ്മുടെ സിനിമയുടെ മമ്മൂട്ടിയല്ല, അബുദാബിയിൽ അവർ ഒരുമിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മൂട്ടി ഞാൻ കൂടെ കാണാൻ പോയിരുന്നു. അപ്പോൾ പുള്ളിക്കാരനായ വിശ്രമമായിരുന്നു ഷാനവാസിൻ്റെ ചില ഫോട്ടോസ് ഞാൻ പോസ്റ്റ് ചെയ്യാം, കണ്ടോളൂ. അപ്പോൾ അദ്ദേഹത്തിന് 2 ആൺമക്കളുണ്ടായിരുന്നു. അവർ മലേഷ്യയിലാണ്. ആൺമക്കളും അവരുടെ ഭാര്യമാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച കൂട്ടത്തിൽ ഞാനിങ്ങനെ നസീർ സാർ നന്നായിട്ട് പാടുമായിരുന്നു പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് വന്ന മമ്മൂട്ടി ചോദിച്ചു, സാറ് പാടുമായിരുന്നു? അപ്പോൾ ഷാനവാസ് പറഞ്ഞു, പിന്നെ പപ്പ നന്നായിട്ട് പാടുമായിരുന്നു, നല്ല രസമായിട്ട് പാടുമായിരുന്നു. റഫിയുടെ മുഹമ്മദിയുടെ പാട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം ഈ കോട്ടയം ഐഡ ഹോട്ടലിൽ താമസിക്കുമ്പോൾ KR ഷൺമുഖമായിരുന്നു അവിടെ ഒരു പടത്തിൻ്റെ പാർവതി, പഴയ MGR-ലേത് അഭിനയിച്ച പാർവതി, നസീർ സാറായിരുന്നു ഹീറോ. ഐഡ ഹോട്ടലായിരുന്നു. അപ്പോൾ ഞാൻ ഈ KR ഷൺമുഖത്തിനെ കാണാൻ വേണ്ടി അവിടെ ചെന്നു. അതുവഴി ഞങ്ങൾ തേക്കടിയിൽ ഏതോ ഒരു പടത്തിൻ്റെ ലൊക്കേഷൻ നോക്കാനായിട്ട് എനിക്ക് പോകണമായിരുന്നു. അപ്പോൾ ശങ്കർ നായർ സാറിൻ്റെ പടത്തിന് വേണ്ടി മറ്റാണ് ഞാൻ ലൊക്കേഷൻ നോക്കാൻ അയച്ചത്. അപ്പോൾ ഞാൻ അന്ന് ഷൂട്ടിങ്ങിന് വൈകുന്നേരം ആയപ്പോൾ നസീർ സാർ റൂമിലുണ്ടെന്ന് പറഞ്ഞു. സാറ് മുകളിൽ നിന്നിട്ട് താഴെ അയച്ചു എന്നെ അങ്ങോട്ട് ചെല്ലാനായിട്ട്. കാരണം ഞാൻ മുമ്പ് കോടമ്പുഴയുടെ ഒപ്പം സ്ഥിരം വീട്ടിൽ പോകുമായിരുന്നല്ലോ. അപ്പോൾ സാർ അവിടെ നിന്ന് കണ്ടിട്ട് ഞാൻ ചെന്നു. ഇപ്പോൾ എവിടെ കാണാനില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. നമ്മുടെയൊക്കെ സാറ് വളരെ പയ്യനായാണ്, ചെറുപ്പക്കാരാണെങ്കിലും നിങ്ങളെന്നൊക്കെ വിളിക്കുള്ളൂ, നീ ഒന്നും ആരെയും വിളിക്കില്ല. അതൊക്കെ ഒരു പ്രത്യേക ക്വാളിറ്റിയാണ്. നിങ്ങൾ പിന്നെ ശശികുമാർ സാർ കൂടെ ഡയറക്ടർ ശശികുമാർ സാറിനെ അസേ, കൃഷ്ണൻനായർ സാറിനെ അസേ എന്നൊക്കെ വിളിക്കുന്നത് പോലെ എല്ലാവരും അത്ര രീതിയിലാണ് പുള്ളിക്കാരൻ്റെ പെരുമാറ്റം. നമുക്ക് അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാൻ തോന്നില്ല. പക്ഷേ പുള്ളിക്കാരൻ നിർബന്ധമായിട്ട് പിടിച്ച് ഇരുത്തിയെങ്കിൽ ഇരുന്നേ പറ്റും. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പറയാൻ കാരണം വെച്ചാൽ നല്ലൊരു പാട്ട് പുള്ളി പാടിയപ്പോൾ ഞാൻ കണ്ണു വെള്ളിപ്പോയി. അതോ എനിക്കും അറിയില്ലായിരുന്നു സാറ് പാടുമെന്നുള്ളത്. നല്ല റഫിയുടെ പാട്ട്. അതിപ്പോൾ ഞാൻ ഷാനവാസിനെ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞപ്പം നമ്മുടെ കൂടെ സുഹൃത്തിനൊരു അത്ഭുതമായിപ്പോയി. സാർ നന്നായിട്ട് പാടും. പിന്നെ ഒരു സകലകലാ വല്ലഭൻ തന്നെ പറയാം. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്ട്രാ കാൾ ഷീറ്റ് കൊണ്ട് സിനിമ എടുത്ത് നിർമ്മാതാക്കൾ അയക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ പണ്ട് ഇരുട്ടിൻ്റെ ആത്മാവ് അഭിനയിക്കാനായിട്ട് എൻ്റെ ഭാസ്കർ മാസ്റ്ററും MTയും അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹം ആ കഥ കേട്ട് പറഞ്ഞു, കാരണം നല്ല റോളാണ് ഇരുട്ടിൻ്റെ വേലായുധൻ, ഒരു ഭ്രാന്തൻ വെച്ചാൽ ഭ്രാന്തമല്ല, ഒരു പ്രത്യേക രീതിയിലുള്ള പെർഫോമൻസ് ചെയ്യുന്ന കഥാപാത്രമാണ്. അപ്പം ഞാൻ സാറ് ചോദിച്ചു, ഞാനിങ്ങനെ പ്രേമവും ഒക്കെ അഭിനയിച്ചെടുക്കുന്ന ഞാൻ ഈ ഇത്രയും വലിയ വേഷം ചെയ്താൽ അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? കാരണം ഒരു അഭിനേതാവിനെ സംബന്ധിച്ചോളം ഇത് വളരെ റോളാണ്, നല്ലതാണ്. അപ്പോൾ MTയും പിന്നെ ഇവിടെ ഭാസ്കർ മാഷൊക്കെ പറഞ്ഞു, അല്ല ഇത് നിങ്ങൾ ചെയ്യണം, നന്നായിരിക്കും എന്ന് പറഞ്ഞു. ആ ധൈര്യം കൊടുത്തു. പുള്ളി മനോഹരമായിട്ട് ചെയ്തില്ലേ. പ്രസിഡന്റ് സ്വർണ്ണ മെഡൽ വായിച്ച ചിത്രമാണത്. അതുപോലെ അദ്ദേഹത്തിന് അടിമകൾ ഇല്ലേ, എന്തെല്ലാം പടയോട്ടം, അസുരവിത്ത്, എത്ര സിനിമകൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. കൂടുതൽ പിന്നിക്കാരൻ അദ്ദേഹം വെച്ചാൽ നിർമ്മാതാവിനെ സേഫ് ആയിട്ട് നിർത്തണം.
അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്ക് ഇത്തരം ക്ലാസ് പടങ്ങൾ പോലുള്ള കഥാപാത്രങ്ങൾ ഏറ്റെടുത്തിട്ട് പടം ഒരുപക്ഷെ വിജയിച്ചില്ലെങ്കിൽ നിർമ്മാതാവിന് പണം പോകില്ലേ? അതുകൊണ്ടാണ് അദ്ദേഹം മനഃപൂർവ്വം ഇത്തരം വേഷങ്ങൾക്ക് മുൻകൈ എടുക്കാത്തത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ആഗ്രഹങ്ങൾ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ്. അത് ഏതൊരു നടൻ്റെയും ആഗ്രഹം അങ്ങനെയാണ്. ആ കാലത്ത് അങ്ങനെ അല്ലല്ലോ. നസീർ സാറിൻ്റെ പടങ്ങൾ നമ്മൾ കാണാൻ പോകുമ്പം ഗണേഷ് പിക്ചേഴ്സ്, പിന്നെ ജയമാരുതി ഫിലിംസ്, ഈ ബാനറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ 2-3 അടി, കുറച്ച് തമാശ, നസീർ സാറിൻ്റെ പ്രണയം എന്നൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ട് നമ്മൾ ഇരട്ടി ആത്മാവിനെ പോലെ പടവും എല്ലാ ചെറുപ്പകാലത്തെ കാര്യം പറയുകയാണ്. ആ കാലത്തൊന്നും അങ്ങനെ ആൾക്കാർക്ക് ക്ലാസ് പടങ്ങളോടുള്ള താല്പര്യം. ഇപ്പോഴല്ലേ അതൊക്കെ മാറി വന്നത്. എന്നിരുന്നാലും ശരി, ഇനി ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നസീർ സാറിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ വാദോരാതെ ഇത്രയും പറഞ്ഞു. ഇപ്പോൾ എനിക്കും മനസ്സിൽ നിന്നൊരു ഭാരം ഇറങ്ങിയതുപോലെ നസീർ സാറിനെ കുറിച്ച് ഇത്രയും സംസാരിക്കാൻ കഴിഞ്ഞുവല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഞാൻ ക്രോസ്വേർഡ് മണി സാറിൻ്റെ കൂടെ ആണ് ആദ്യമായിട്ട് അസിസ്റ്റൻ്റായിട്ട് ഞാൻ ചേരുന്നത്. അന്ന് ജോഷിയായിരുന്നു അസോസിയേറ്റ്. പിന്നെ വെളിച്ചാകലെ, അന്നത്തെ കുട്ടിച്ചാത്തൻ, യുദ്ധഭൂമി, ചോറ്റാനിക്കരയമ്മ, ഈ 4 സിനിമകൾ കഴിഞ്ഞപ്പം പിന്നീട് എനിക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു. ചില കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം അത് മാറേണ്ടി വന്നു. അപ്പോൾ എനിക്ക് വീണ്ടും പടം ഒരു ഡയറക്ടറെ കൂടെ പോയി വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ പല ഡയറക്ടർമാരെയും സമീപിച്ചു. എങ്കിലും അപ്പോൾ സിനീരമ എന്ന പത്രത്തിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് എഴുതാനായിട്ട് എനിക്ക് ജോലിയുണ്ടല്ലോ, കൂടെ പോയിരുന്നു. അപ്പോൾ സാറ് ചോദിച്ചു, ഇപ്പോൾ ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞില്ല സാർ. എന്തേ? ഞാൻ പറഞ്ഞില്ല. പിന്നെ പുള്ളിയും ചോദിക്കാമെന്നില്ല. പിന്നെന്താണ്, ഇങ്ങനെ ഒരു പത്രക്കാരനായിട്ട് പോകാനാണോ ഭാവം? അല്ല സാർ, ഞാൻ പല ഡയറക്ടർമാരുടെ ശ്രമിക്കുന്നുണ്ട്. ആരാണ്? ഞാൻ പറഞ്ഞു ശശികുമാർ സാറോട് ചോദിച്ചു, അവിടെ വേറെ 2-3 പേരുണ്ട്. എമിരാജ് സാറിനോട് ചോദിച്ചു, അവിടെയും വേക്കൻസി ഇല്ല. അങ്ങനെ പിന്നെ ശങ്കരൻ നായർ സാറിൻ്റെ കൂടെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഓ അതെയോ? അപ്പോൾ ശങ്കരൻ നായർ സാറിൻ്റെ കൂടെയാണ് ശോഭന പരമേശ്വരൻ നായർ സാറും ഇദ്ദേഹത്തിൻ്റെ അനുജൻ പ്രേംനവാസും ജാഫർ ഖാൻ ബെട്ടിൽ ഒരു വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ശങ്കരൻ നായർ സാറ് രാസലീല, വിഷ്ണു വിജയം കഴിഞ്ഞു, രാസലീലയും കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അടുത്തത് ഒരു പടത്തിൻ്റെ പ്ലാനിങ് എനിക്കറിയാം. അപ്പോൾ ഒരു റീമേക്ക് സിനിമയാണ്. പഴയ മങ്കയാർ തിലകം എന്ന സിനിമ ശ്രീദേവി എന്നുള്ള പേരിൽ പുള്ളി എടുക്കാൻ പോകുന്ന ഞാൻ അറിഞ്ഞു. അതിൽ ശാരദയാണ് നടി, സോമൻ, കമലഹാസൻ, ഭട്ടാഭട്ട് ജയലക്ഷ്മി ഒക്കെയാണ് അതിനകത്ത് അഭിനേതാക്കൾ. ഞാനത് വർക്ക് ചെയ്തു. അപ്പോൾ വർക്ക് ചെയ്യാൻ കാരണം നസീർ സാർ പറഞ്ഞു, ശരി ഞാൻ ശങ്കരൻ നായരോട് പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ നസീർ സാറിൻ്റെ റെക്കമെൻഡേഷനിലാണ് എനിക്ക് ശങ്കരൻ നായർ സാറിൻ്റെ അടുത്ത് അസോസിയേറ്റ്, ഞാൻ 3ാമത്തെ അസിസ്റ്റൻ്റായിരുന്നു ഇവിടെ, അസോസിയേറ്റായിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടി. ശങ്കരൻ നായർ സാറിനോടൊപ്പം ഒട്ടനവധി സിനിമകൾ, പ്രധാനപ്പെട്ട സിനിമകളൊക്കെ മദനോത്സവം, അങ്ങനെ എത്ര സിനിമകൾ. ഞാൻ ശരിക്കും ഒരു സംവിധാനം പഠിച്ചത് എന്ന് പറയാവുന്നത് ശങ്കരൻ നായർ സാറിൻ്റെ ശിക്ഷണത്തിലാണ്. അദ്ദേഹം നല്ല സൗമ്യ സ്വഭാവമുള്ള ഒരു വലിയ ഡയറക്ടറാണ്, ഗ്രേറ്റ് മാൻ. അദ്ദേഹം എപ്പോഴില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ഉഷാറാണി, അവരും മരിച്ചുപോയി. എങ്കിലും ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ കൂടെ ഇതിനോടൊപ്പം പറയുകയാണ്, നസീർ സാറിൻ്റെ റെക്കമെൻഡേഷനിൽ അദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞു. അതുപ്രകാരം ഞാൻ ശങ്കരൻ നായർ സാറിൻ്റെ കൂടെ അസോസിയേറ്റായി. പിൽക്കാലത്ത് ഞാൻ ഡയറക്ടറായി. ഇപ്പോൾ സാജൻ ചക്കരയുമ്മ എന്ന പേരിൽ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കുവാനും കാരണഭൂതൻ എന്ന് പറയാം നസീർ സാറാണ്. അദ്ദേഹത്തിന് ഞാനിനി കൂടുതലൊന്നും പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ കണ്ണുമുമ്പിൽ കാണപ്പെട്ട ദൈവമാണ്. അത്രയ്ക്കേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ടിനി ടോമിന് നല്ലത് തോന്നട്ടെ. ഇനി ആരും നസീർ സാറിനെക്കുറിച്ച് ഒരപവാദവും പറയാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. നന്ദി, നമസ്കാരം.